അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 വർഷം പ്രായം മാത്രമുള്ള ഞള്ളാനി ഏലമാണ് കേട്ടോ. ഞള്ളാനി ഏലത്തിൽപ്പെട്ട ഏലമാണ്. നമുക്കിവിടെ തോപ്രാംകുടി ദൈവമേട് സ്വദേശിയായിട്ടുള്ള ടിബിൻസ് എന്ന ആളുടെ തോട്ടമാണിത്. പുള്ളിയുടെ ഈ തോട്ടവും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ നമ്മുടെ കൂടെ ഉണ്ട്. ആളോട് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കാം. 2 വർഷം പ്രായമുള്ള തൈച്ചെടിയാണ് കേട്ടോ. ഇത് 2ാം വർഷമാണ്. ഓൾറെഡി കായ എടുക്കാറായി. ഒന്ന് കായ എടുത്ത് മാറിയതാണ്. നമുക്കിവിടെ കാണാം. ഒരു റൗണ്ട് കായ എടുത്തതാണ്. ഇനി അടുത്ത കായ എടുക്കാറായ തോട്ടമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ കേടുഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല രീതിയിൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്ന നല്ലൊരു തോട്ടം തന്നെയാണ്. പിന്നെ ഇത് 4-5 ഏക്കർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചപ്പും കാര്യങ്ങളൊന്നും മാറ്റാണ്ട് ഒരു ചെറിയ ഇതിൽ കിടക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള കാ തന്നെയുണ്ട് ഇവിടെ. ഹായ്, നമ്മളിപ്പം തോപ്രാംകുടിയിലുള്ള ഒരു ഏലത്തോട്ടത്തിലാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഞള്ളാനി വെറൈറ്റിപ്പെട്ട ഏറ്റവും ബെറ്റർ ഏലം. ഞങ്ങളിവിടെ വന്നപ്പോൾ മഴയായിപ്പോയി കേട്ടോ. നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഈ ഞള്ളാനി ഏലമാണ് കേട്ടോ നമുക്ക് ഇവിടെ ഈ തോട്ടത്തിലുള്ളത്. ഇത് 1ാം വർഷ ചെടിയാണ്. നമ്മൾ മുമ്പേ വീഡിയോ എടുത്തത് 2ാം വർഷ ചെടിയാണ്. അപ്പോൾ നമുക്ക് കുറേ ആളുകൾ എന്നെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തായിരുന്നു. നമുക്ക് ഞള്ളാനിയുടെ തട്ട കിട്ടാനുണ്ടോ. ഈ പ്രാവശ്യം ഞള്ളാനിയുടെ തട്ട കിട്ടാൻ വളരെ റയറാണ്. കാരണം ഞള്ളാനി കുറവാണ്. ഇവിടെ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഞള്ളാനി, അതായത് ഒരു 8.5 mm വരെ നമുക്ക് കായ വലുപ്പമുള്ള, കായ്ക്ക് തൂക്കമുള്ള, നല്ല അരിയെണ്ണമുള്ള വെറൈറ്റിപ്പെട്ട ഞള്ളാനി ഏലത്തിൻ്റെ തട്ടകൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമുക്കിവിടെ കുറച്ചധികം വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇതിന് മുമ്പ് എന്നോട് ഒത്തിരി പേര് കോൺടാക്ട് ചെയ്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഞള്ളാനി ഇല്ലായിരുന്നു. അപ്പോൾ ഞള്ളാനി തട്ട ഞാനൊരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യുക. ഞള്ളാനിയുടെ ഏലത്തട്ടകൾ നമുക്ക് കണിപറമ്പിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ചെയ്തതിനകത്ത് തന്നെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞള്ളാനി വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല തട്ടകൾ വലിയ കംപ്ലൈൻറ്റ്. നമ്മൾ തോപ്രാംകുടിയിലെ ഞള്ളാനി ഏലം കൃഷി ചെയ്ത് വിജയകരമാക്കിയ ടിബിൻസിൻ്റെ തോട്ടത്തിലാണ് കേട്ടോ വന്നേക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഒരുപാട് ഞള്ളാനി ഏലങ്ങളുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെയുള്ള കായും വിളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വലിയ കേടുഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഞള്ളാനി. ഇതിപ്പം ഇതിൻ്റെ 1ാം വർഷ ചെടിയാണ്. നമ്മൾ മാക്സിമം ഈ ചെടിയെന്നാണ് തട്ട എടുക്കുന്നത്. ഇതിൽ നിന്നും വലുതിൽ നിന്ന് എടുക്കൂലടാ. ഇത് രണ്ടിനും നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് തട്ട എടുക്കാം. ഇതാകുമ്പോൾ നല്ല നിങ്ങൾക്ക് മുകൾ ഭാഗമൊക്കെ കാണാം. കേടുഭാഗമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല തട്ടകളാണ്. ഇത് മരം വീണ് പോയതാണ് കേട്ടോ. കേടല്ലേ. ഇതുണ്ടോ, ഈ മരം വെട്ടിയിട്ടപ്പം വീണതാണ്. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ നിൽപ്പുണ്ട് മുകളിൽ കൂടെ എല്ലാം. അപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതാണ് തയ്യ്. നല്ല തയ്യാണ്. നല്ല കേടുഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നും, ഇലയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കറക്റ്റ് നോക്കിക്കോ. കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ബെറ്റർ ചിമ്പാണ്. ഇത് തെളിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. തെളിച്ചില്ല, അങ്ങനെ ഒരു സീനുണ്ട്. ഇങ്ങനെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യക്കാർ ചോദിക്കുന്നതിനനുസരിച്ച് ഇഷ്ടംപോലെ തട്ടകളുണ്ട്. തട്ട ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്പർ തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇവിടെ മുതൽ ജസ്റ്റ് തോട്ടം ഒന്ന് കാണാം കേട്ടോ. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് നല്ല മഴയായിപ്പോയി കേട്ടോ. അത്യാവശ്യം ഇവിടെ എല്ലാം മുഴുവനും കായും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ല വെറൈറ്റിയിലായിട്ടുള്ള ഞള്ളാനിയാണ് കേട്ടോ. 2 വർഷം മാത്രം പ്രായമായിട്ടുള്ള ചെടിയാണ് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. എല്ലാം ക്ലീൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ ഒരു സൈഡിൽ നിന്ന്. ഇതിപ്പോൾ തോട്ടം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കണ്ടിട്ട് തട്ടയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ 1ാം വർഷ ചെടിയും നമുക്ക് നിൽപ്പുണ്ട്. 1 വർഷം പ്രായമായിട്ടുള്ള ചെടിയും നിൽപ്പുണ്ട്. അതിൽ നിന്നും തട്ടയെടുക്കാം.